ഹലോ, വെൽക്കം ടു മൈ റൊട്ടീൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ, സുഖമാണ്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പത്തിരിപ്പൊടി വെച്ചിട്ട് പുട്ട് എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഞാനിതാ കുറച്ച് പത്തിരിപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ പൊടി ഞാൻ വേറൊരു ബൗളിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാണ്ട് കലക്കി എടുക്കുന്നുണ്ട്. പുട്ടുപൊടിയൊന്നും എല്ലാവരും എപ്പോഴും കടയിൽ നിന്ന് മേടിക്കൂല കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റുള്ള പുട്ടുപൊടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ പുഴുങ്ങലരി പൊടിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും നല്ല സോഫ്റ്റുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ പച്ചരി കഴുകി ഉണക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ. നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ്, പത്തിരി നീർദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പൊടി. പുട്ടും ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റുള്ള പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചോറ് അരച്ചിട്ടൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കാറ്. അപ്പം ഞാനും ചോറ് അരച്ചിട്ട് പൊടിയൊക്കെ കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ ചോറൊന്നും അരക്കാണ്ട് പൊടി വെച്ചിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് പുട്ടുണ്ടാക്കി എടുക്കണ ഒരു ട്രിക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനെന്താ 2 ടേബിൾ സ്പൂൺ പൊടിയൊക്കെ നല്ല കട്ടയില്ലാണ്ട് കലക്കി എടുത്തിട്ട് കുറച്ചൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പുട്ടുപൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ കലക്കി എടുത്തിട്ടുള്ള പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കുതിർത്തെടുക്കുന്ന ടൈമിൽ കുറവുണ്ടെങ്കിൽ അപ്പോൾ സാധാ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിതാ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കലക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. നമ്മൾ അപ്പോഴും തന്നെ ഒന്ന് ഇളക്കി കൊടുക്കരുത്, അങ്ങനെ അടച്ചു വെക്കണം. എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ പുട്ട്. പൊടി കുതിർത്തെടുക്കുന്ന ടൈമിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നിക്കും കേട്ടോ. അങ്ങനെ ഞാനത് അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ ചായ ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാൽ ചായയും കൂടെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇക്കാക്ക് കാലിച്ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ചായ ഉണ്ടാക്കുകയാണ്. ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമായതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റത്. രാവിലെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ തന്നെ കിടന്നുറങ്ങി. എന്നിട്ട് ഒരു 7:30 ടൈമിലാണ് കേട്ടോ കിച്ചണിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടാണ് ഈ ഒരു ചായയും കടിയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത്, ഈ ഒരു കാലിച്ചായയും കടിയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത്. അത് 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കാലിച്ചായ കുടിക്കലും കഴിയും. അങ്ങനെ എന്താ ചായ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഒരു ബട്ടറിൻ്റെ പീസ് ഇട്ടിട്ട് ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബട്ടറിൽ ബ്രെഡ് ചൂടാക്കി എടുക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റും ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കാലിച്ചായക്ക് കടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇക്കാക്ക് 2 ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഓംലെറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്രെഡ് നല്ല കനമില്ലാത്ത ചെറിയ ബ്രെഡ് ആയതുകൊണ്ട് ഞാൻ 2 ബ്രെഡും കൂടെ എടുക്കുന്നുണ്ട്. ഇത് ചൂടായി കഴിഞ്ഞപ്പോൾ കുഴഞ്ഞു വന്നപ്പോൾ തീരെ കനമില്ല കേട്ടോ. അപ്പോൾ 2 എണ്ണം കഴിക്കുമ്പോഴൊന്നും ഒന്നും ആവില്ല. അപ്പോൾ ഞാൻ എന്തായിട്ട് 2 എണ്ണം കൂടെ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ എൻ്റെ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കേട്ടോ എൻ്റെ വീഡിയോ മുന്നോട്ട് പോകുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് എഴുതി അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് ലൈക്ക് അടിക്കുക, സപ്പോർട്ടാക്കുകയും ചെയ്യുക. പിന്നെ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ബോറടിക്കണ പോലെ തോന്നിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിയിട്ട് എഴുതി അറിയിക്കൊണ്ടു. അടുത്ത വീഡിയോ ഇടുമ്പോൾ അത്രയും ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിലേക്ക് ഞാൻ നിങ്ങളൊന്നും ബോറടിപ്പിക്കാണ്ട് വീഡിയോ എടുക്കാനും അത് അപ്ലോഡ് ആക്കാനും ഒന്ന് ശ്രമിക്കുന്നുണ്ട്. എനിക്കെന്നെ കാണുമ്പോൾ ബോറടിക്കണ രൂപത്തിൽ തോന്നുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതിലും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് വല്ല ബോറടിക്കുന്ന ഭാഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളോണ്ടു. അങ്ങനെ എന്താ ബ്രെഡൊക്കെ ചൂടാക്കി എടുത്തതിന് ശേഷം ഞാൻ കോഴിമുട്ടയിലേക്ക് കുറച്ച് മുളക് പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഓംലെറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓംലെറ്റ് അധികം നേരം ചട്ടിയിൽ വെക്കാണ്ട് പെട്ടെന്ന് മറിച്ചിട്ട് എടുക്കണം. നല്ല സോഫ്റ്റിൽ വെള്ള ഓംലെറ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. എന്നാലും ഇത് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചുറ്റിച്ച പാടേനെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ പിന്നെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത്. ഈ മുട്ട ബട്ടറിലൊന്നുമല്ല പൊരിച്ചെടുത്തിട്ടുള്ളത്. ചായ രാവിലെ തന്നെ കുടിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് എല്ലാവരും പറയും കേട്ടോ. എന്നാലും ചില ദിവസങ്ങളിൽ ഈ ഒരു ചായ കുടിക്കാണ്ട് നമ്മൾക്കൊരു ഉഷാർ കിട്ടൂല. ഈ ചായ കുടിച്ചാൽ ചിലപ്പം പണിയെടുക്കാനൊക്കെ ഒരു മൂഡ് ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഈ ഒരു ചായ നിർബന്ധമാണ് കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ പോവും. നമ്മൾ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ചായമേൽക്ക് ശ്രദ്ധയൊന്നും വരില്ല, അങ്ങനെ പോകും കേട്ടോ. സ്കൂളുള്ള ദിവസം അധികവും ഈ ഒരു കാലിച്ചായ കുടിക്കാറില്ല കേട്ടോ. അന്ന് നമ്മളെല്ലാ പണികളും ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുന്ന ഇടയിൽ നമ്മൾ ചായ കുടിക്കാനുള്ള ടൈം കിട്ടില്ല, അങ്ങനെ അത് ഒഴിവായി പോകും. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ എണീക്കാൻ നേരം വഴുകും. അങ്ങനത്തെ ദിവസങ്ങളിലാണ് ഈ ഒരു കാലിച്ചായക്ക് നല്ലോണം ആവശ്യമുള്ളത്. മറ്റുള്ള ദിവസങ്ങളിൽ ആവശ്യമുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾക്ക് കുടിക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ അത് ഒഴിവാക്കാറാണ്. സ്കൂളില്ലാത്ത ദിവസം ഇത് കുടിച്ചിട്ടേ നമ്മൾ ബാക്കിയുള്ള പണിക്ക് നിൽക്കുള്ളൂ. പിന്നെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കും, ഇന്നിപ്പോൾ എന്താ കടി ഉണ്ടാക്കുക എന്നുള്ള ആലോചനേൻ്റെ ഇടയിലാണ് ഈ ഒരു കാലിച്ചായൊക്കെ കുടിക്കുന്നത്.
അങ്ങനെ ഈ കാൽച്ചായം കുടിച്ചിട്ടിരിക്കുമ്പോഴാണ് കടി ഉണ്ടാക്കാനുള്ള മൂടൊക്കെ വരാറ്. ഇന്നിപ്പോൾ ഞാൻ പുട്ടാണ് ഉണ്ടാക്കണമെന്ന് തലേന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ചിക്കൻ കറി കുറച്ച് ബാലൻസ് ഉണ്ട് തലേന്നത്തെ. അപ്പോൾ അതിലേക്ക് പുട്ട് നല്ല ടേസ്റ്റ് അല്ലേ, ചിക്കൻ കറിയും പുട്ടും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇക്കാക്കളെ ചായ ബ്രെഡൊക്കെ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം ഞാൻ എനിക്കുള്ള 2 ബ്രെഡും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇക്കാക്ക് ചായയിലേക്ക് മധുരം വേണ്ട കേട്ടോ, ചെറുതായിട്ട് ഷുഗർ ഉണ്ട്. അപ്പോൾ പിന്നെ മധുരം ആദ്യം തന്നെ ഒഴിവാക്കിയാൽ കുഴപ്പമില്ലല്ലോ, കൺട്രോൾ ചെയ്ത് പോയാൽ കുഴപ്പമില്ല. അങ്ങനെ മധുരമില്ലാത്ത ചായക്കായിട്ട് കുടിക്കാറ്. നമ്മൾ വീട്ടിലാകുമ്പോൾ മധുരം ഒഴിവാക്കാമല്ലോ. പുറത്തുനിന്ന് ഇപ്പോൾ മധുരം ഉള്ളത് ഒരാൾ തന്നാൽ വേണ്ടാന്ന് പറയാനും കഴിയില്ല, അത്രക്കും ഇട്ട് ഷുഗർ ഇട്ടില്ലേനും. അപ്പോൾ പുറത്തുനിന്ന് എങ്ങനെയാലും കഴിക്കുമ്പോൾ മധുരമുള്ളതൊക്കെ കഴിക്കും. വീട്ടിൽ നിന്നാകുമ്പോൾ പിന്നെ വേണ്ടാന്ന് പറയാമല്ലോ, അങ്ങനെ മധുരമില്ലാത്ത കഴിക്കണതാണ്. പിന്നെ ഈ ബ്രെഡിന് ചെറിയൊരു മധുരമുണ്ട്, അപ്പോൾ പിന്നെ തീരെ മധുരം ഇട്ടിട്ടില്ല കേട്ടോ ചായയിൽ, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മധുരം ഇട്ട് കൊടുക്കാറുണ്ട്. ഒരു കപ്പ് ചായയിൽക്കൊക്കെ ചെറുതായിട്ട് ഒരു 1/4 ടീസ്പൂണൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തീരെ ഇട്ടിട്ടില്ല. എന്നിട്ട് കഥ കൊടുത്തതിൻ്റെ ബാലൻസിൽ ഞാൻ മധുരം ഇട്ടിട്ട് കഴിക്കുകയാണ്. സ്റ്റോവിൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ടാണ് ഞാൻ കാൽച്ചായ കുടിക്കണതും. മറ്റുള്ള ഭാഗത്തേക്ക് പോയിട്ടില്ല. ഇനിയിപ്പോൾ വീഡിയോ എടുക്കണ ഫോണൊക്കെ മാറ്റണ്ടേ, ഫോൺ മാറ്റണം. പിന്നെ മറ്റുള്ള ഭാഗങ്ങളിൽ കുറച്ച് ലൈറ്റ് കുറവുണ്ട്. അപ്പോൾ പിന്നെ അവിടെ തന്നെ ഇരുന്ന് അങ്ങനെ ചായ കുടിക്കുകയാണ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പുട്ടിനെ നനച്ച് വെച്ചിട്ട് ഇരുന്ന പൊടി ഉണ്ടല്ലോ, അതൊന്ന് കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഫസ്റ്റിൽ ഇങ്ങനെ കുതിർത്തെടുക്കുമ്പോൾ കുറച്ച് കട്ടായിട്ട് തോന്നിക്കും. എന്നിട്ട് നല്ലോണം ഉടച്ചെടുത്തിട്ട് നമ്മൾ നനവ് കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കുതിർത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ പച്ചവെള്ളം ഒഴിച്ച് കുതിർത്തെടുക്കുമ്പോൾ ചെറുതായിട്ട് ചെറിയ തരികളൊക്കെ ആയിട്ട് വരുമല്ലോ, ആ തരി വന്നാലും കുഴപ്പമൊന്നുമില്ല. അത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാനുള്ള ഒരു ട്രിക്കും കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ പുട്ടിൻ്റെ പൊടി കുതിർത്തെടുക്കുന്ന ടൈമിൽ ഇങ്ങനെ വലിയ തരികളായിട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തെടുക്കുന്ന ഒരു ട്രിക്കാണ് കാണിക്കുന്നത്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ് കേട്ടോ. എന്നാൽ പൊടി ഒരുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എനിക്കിഷ്ടമില്ലാത്ത ഒന്നാണ് ഈ പുട്ടിൽ വലിയ തരികൾ. അത് ഉണ്ടാകുമ്പോഴാണ് ഈ പുട്ട് നല്ല ഹാർഡായിട്ട് വരുന്നത്, സോഫ്റ്റ് ഇല്ലാണ്ട് ഹാർഡായിട്ട് കാണിക്കുന്നതും ആ വലിയൊരു തരികൾ വരുമ്പോഴാണ്. അപ്പോൾ ആ ഒരു വലിയൊരു തരികൾ ഒഴിവാക്കാനുള്ള ട്രിക്കാണ് ഞാൻ കാണിക്കുന്നത്. എനിക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമുള്ളൊരു കടിയായിരുന്നു കേട്ടോ പുട്ട്. എനിക്കിപ്പോൾ തീരെ ഇഷ്ടമില്ലാത്തതൊന്നും പുട്ട് തന്നെയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, പുട്ടിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നം എനിക്ക് പുട്ട് തിന്നുമ്പോൾ നല്ലോണം ഉണ്ടാവുകയാണ് കേട്ടോ. അത് കാരണം ഞാൻ പുട്ട് എപ്പോഴെങ്കിലും ഒന്ന് കഴിക്കാറുള്ളൂ. ഇന്നിപ്പോൾ ഒരു ചെറിയൊരു പീസ് കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ചിക്കൻ കറി ഉണ്ടായതുകൊണ്ട് പുട്ട് കഴിക്കാനൊരു ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു പീസ് കഴിക്കണം എന്നുണ്ട്. ഇത് പുട്ട് കഴിച്ച ഉടനെ എനിക്ക് മോദകമോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഗുളിക എന്തെങ്കിലുമൊക്കെ കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് വയറ് നല്ലോണം വീർത്ത് വന്നിട്ട് അന്നത്തെ ദിവസം മുഴുവനും ഉറക്കം തൂങ്ങിങ്ങാണ്ടാവും കേട്ടോ. അന്നത്തെ ദിവസം മുഴുവനും വെള്ളം കുടിച്ച് ചാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ഗുളികയായ മോദകം തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിന് നല്ല ആശ്വാസം കിട്ടും, ദഹന പ്രക്രിയയൊക്കെ വേഗം നടന്ന് കിട്ടും, എന്നിട്ട് വയറിന് നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ. അങ്ങനെ എന്താ പുട്ടൊക്കെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വലിയ തരികളൊക്കെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുക്കുക മീൻസ് ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അത് മിക്സിയുടെ പൊടിക്കണ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ വലിയ തരികൾ മാത്രം അങ്ങനെ എടുത്താൽ മതി. അങ്ങനെ ഞാൻ എനിക്ക് ഒരുവിധം വലിയ തരിയിട്ട് തോന്നിക്കണതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല വലിയ തരിയൊന്നുമില്ല കേട്ടോ, ചെറിയ ചെറിയ തരികൾ തന്നെയാണ്. പക്ഷേ ഞാനതൊക്കെ എടുത്തിട്ട് നല്ല നൈസായിട്ടുള്ള പൊടിയൊക്കെ എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി, അധികം നേരം വെച്ചടിക്കരുത്, അപ്പോൾ ആകെ ഉണ്ടയായി പോകും കേട്ടോ. ഒന്നിങ്ങോട്ട് കറക്കിയെടുത്താൽ മതി, എല്ലാ തരികളും ഒന്ന് ഇളകി വരുന്ന ടൈപ്പിൽ ഒന്നിങ്ങോട്ട് കറക്കിയെടുത്താൽ മതി. ഈ ഒരു വീഡിയോ എടുക്കുമ്പോഴേക്കും എൻ്റെ ഫോണ് മെമ്മറി ഫുള്ളായിട്ട് വീഡിയോ ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ പുട്ടുപൊടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു മിക്സിയിൽ നിന്ന് ഇടുന്ന രംഗം എനിക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നല്ല സങ്കടം ഉണ്ടായിരുന്നു, കാരണം നല്ല നൈസായിട്ടുള്ള പൊടിയായിരുന്നു. അത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിട്ട് മിക്സി ഓണാക്കിയപ്പോൾ ഇതിന് മെസ്സേജ് വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സൗണ്ട് വന്നതൊന്നും ഞാൻ കേട്ടില്ല. വീഡിയോ എടുക്കുന്നത് ക്ലിയർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഫോണിലേക്ക് നോക്കിയപ്പോഴാണ് കേട്ടോ ക്യാമറ ഓഫായി കിടക്കുന്നത് കണ്ടത്. പിന്നെ ക്യാമറ ഓണാക്കുമ്പോഴൊക്കെ ക്യാമറ ഓഫ് ആവുകയാണ്, മെമ്മറി ഫുള്ളാണെന്ന് പറഞ്ഞിട്ട് ക്യാമറ ഓഫായി പോവുകയാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ആദ്യമേലും തിരിപ്പിടിച്ചിട്ട് കാര്യമില്ല, ഞാൻ കുറേ ഡിലീറ്റ് ആക്കിയിട്ട് വീഡിയോ എടുത്ത് നോക്കുകയൊക്കെ ചെയ്ത് പറ്റണില്ല. പിന്നെ ഞാൻ ഈ വീഡിയോ എങ്ങനെയായാലും എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉമ്മാൻ്റെ ഫോണിൽ പോയിട്ട് വീഡിയോ എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ എന്താ പുട്ടും തൂക്കിലേക്ക് ഞാൻ 2 ഓലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറിൽക്കും ബിരിയാണിയിൽക്കൊക്കെ ഇട്ട് കൊടുക്കണ ഓലയാണ്. ഈ ഒരു ഓല ഇട്ട് കൊടുത്താലുണ്ടല്ലോ പുട്ട് ചുട്ടെടുക്കുമ്പോൾ പുട്ടിലേക്ക് ഇതിൻ്റെ ആവി കയറി വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, നെയ്ച്ചോറിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് കിട്ടും പുട്ടിന്. ഈ ഒരു ഓല വീട്ടിലുള്ളവരുണ്ടെങ്കിൽ പുട്ട് ചുടുന്ന ടൈമിൽ ഇതുപോലെ പുട്ടും തൂക്കിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കുന്നുണ്ട്, നല്ല മണമാണ് കേട്ടോ പുട്ടിന്. അങ്ങനെ എന്താ ഫസ്റ്റത്തെ കുറ്റിപ്പുട്ട് ഞാനെന്താ പുട്ടും തൂക്കിൻ്റെ മുകൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ ഫസ്റ്റ് കുറ്റിപ്പുട്ട് ആവിയൊക്കെ കയറിയിട്ട് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ പുട്ടുപൊടി കറക്റ്റ് ആണെങ്കിലുണ്ടല്ലോ ആവി പെട്ടെന്ന് തന്നെ കയറും കേട്ടോ. വെള്ളം കൂടുതലോ വെള്ളം കുറവോ ഉണ്ടെങ്കിൽ ആവി കയറാൻ നല്ല പ്രയാസം ഉണ്ടാവും. ഇത് കറക്റ്റാണെന്ന് അറിയണ
ഇത് ഞാനിതിന് മുന്നേ കാണിച്ച് ആ ടൈമിൽ ഞാൻ പറയാൻ മുട്ടുപോയിട്ടോ. പൊടി ഇങ്ങനെ നമ്മൾ അമർത്തി പിടിച്ചാൽ കട്ടായിട്ട് നിൽക്കുകയും അതുകൊണ്ട് ഉടച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞു പോവുകയും ചെയ്യണ രൂപത്തിലാണെങ്കിൽ പുട്ടുപൊടി കറക്റ്റ് പരിവാക്കാൻ കേട്ടോ. ആ ഒരു രംഗം ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുട്ടുപൊടി കുറ്റിയിലേക്ക് ഇടുന്നതിന് മുന്നായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാനത് പറയാൻ മറന്നു പോയിട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും ചായ കുടിക്കാറുണ്ടായിരുന്നു. ഞാനും ചായ കുടിക്കുകയാണ്. ഞാനും ഒരു ചെറിയൊരു പീസ് പുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തൊടുമ്പോഴേക്കും ഉടഞ്ഞിട്ട് നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞ് പോരുന്ന പുട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പത്തിരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ എന്താ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാത്രം കഴുകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ പാത്രത്തിലും ചെറുതായ രൂപത്തിൽ പുട്ടിൻ്റെ അംശങ്ങളൊക്കെ ബാലൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വേസ്റ്റ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാ കച്ചറകളും ഒഴിവാക്കിയതിന് ശേഷമായിട്ട് പിന്നെ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് സിങ്കിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സിങ്കിൽ ആ ഒരു കച്ചറ മുഴുവനും അടയും. ഇന്ന് കുട്ടികൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ചാടിക്കലൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരുപാട് പാത്രങ്ങൾ ഒരുമിച്ച് കഴുകാനാണ് കേട്ടോ. മറ്റേത് കുട്ടികളത് ആദ്യം കഴിയും. അപ്പോൾ അവരെ പാത്രങ്ങൾ അങ്ങനെ നേരത്തെ കഴിയുകയും ചെയ്യും. ഇന്നിപ്പോൾ എല്ലാവരും ഒരുമിച്ചായതുകൊണ്ട് ഒരുപാട് പാത്രങ്ങൾ ഇട്ടിട്ട് കഴുകിയെടുക്കാനായിട്ട്. അങ്ങനെ എന്താ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സിങ്ക് ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സിങ്ക് സ്റ്റീലില്ലാത്തതുകൊണ്ട് സോപ്പിട്ട് കഴുകിയാലൊന്നും സ്റ്റീൽ കഴുകിയാൽ വെട്ടിത്തിളങ്ങണ പോലെ വെട്ടിത്തിളക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വെണ്ണീറിട്ട് കഴുകിന് വേണം, എന്നാലേ കുറച്ചെങ്കിലും കുറച്ച് നിറം കിട്ടുള്ളൂ. അങ്ങനെ എന്താ എന്നും വെണ്ണീറിട്ട് കഴുകാറുണ്ടായിരുന്നു കേട്ടോ. എന്നാലേ ആ ഒരു നമ്മൾക്ക് പാത്രം കഴുകുന്ന സിങ്ക് കാണിച്ചിട്ട് അങ്ങനെ ഇട്ട് പോകാൻ പാടില്ലല്ലോ. അതും വേണമല്ലോ നല്ല വൃത്തിയായിട്ടിരിക്കുക. അപ്പോൾ അതും ഒന്ന് കഴുകിയെടുക്കുകയാണ്. തീരെ ടൈമില്ലാത്തപ്പോഴോട്ട് ഞാൻ സോപ്പിട്ട് കഴുകിയിട്ട് അങ്ങനെ പോകാറുള്ളൂ. അല്ലെങ്കിൽ വെണ്ണീറിട്ട് കഴുകിയെടുക്കാറാണ്. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ കുറച്ച് മീനുണ്ടായിരുന്നു കേട്ടോ. തലേന്ന് കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. അപ്പോൾ അത് ഐസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളം പാർന്ന് വെക്കാലോ വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ചോറിനൊന്നും വെള്ളം വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കാനായിട്ട്. മീൻ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുന്ന ടൈമിൽ മീനിൽ വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ച് കൊടുക്കാറ്. എന്നാൽ പിന്നെ മീനുണ്ടല്ലോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. മറ്റേത് ഐസ് പിടിച്ചിട്ട് മീനിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ മീനൊക്കെ വെള്ളം ഒഴിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം തീ പിടിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടി വന്നിട്ട് പുക വരുമ്പോൾ കൈ കാടിങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കത്തിക്കുന്ന ടൈമിലൂടെ പുക പുറത്തേക്ക് വരുമല്ലോ. പിന്നെ ഞാൻ അങ്ങോട്ട് വീശി കൊടുക്കാറാണ്. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകും. അടുപ്പിൻ്റെ ഒരു നടുവത്തെ ചെറിയൊരു അടുപ്പുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ കൈയിട്ടിട്ട് കരി വാരി എടുക്കാറുണ്ട് കേട്ടോ. ആ കരി വാരി എടുത്തിട്ട് കുറേ ദിവസത്തേക്കാണ്. അതാണ് ഇപ്പോൾ പുക കത്തിക്കുമ്പോഴന്നെ ഇങ്ങോട്ട് വരുന്നത്. മറ്റേത് നേരെ അങ്ങോട്ട് പോകും കേട്ടോ. തീ പെട്ടെന്ന് തന്നെ പാളി പോകാറുണ്ട്. ഞാൻ സ്കൂളുണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും രാവിലെ പെട്ടെന്ന് തന്നെ തീ പിടിപ്പിക്കുന്ന ടൈമിൽ അതൊന്നും ക്ലീൻ ആക്കി എടുക്കാൻ പറ്റില്ലല്ലോ. വേഗം പോയിട്ട് ബാക്കിൽ പോയിട്ട് പുകക്കോലിൻ്റെ ബാക്കിൽ പോയിട്ട് കരി വാരി എടുക്കും എന്നല്ലാണ്ട് ഇവിടെ അങ്ങനെ ക്ലീൻ ആക്കി എടുക്കാറില്ല. ഇന്നിപ്പോൾ കുറച്ച് നേരം വൈകിയതുകൊണ്ട് ഇനിയിപ്പോൾ അതും കൂടെ വാരാൻ നിൽക്കുമ്പോഴേക്കും ഒരുപാട് നേരം പോകും. അപ്പോൾ ഞാൻ ഇന്ന് വേഗം അങ്ങനെ തീ പിടിപ്പിക്കുകയാണ്. ഞാനിപ്പോൾ വാരുന്ന ഒരു വീഡിയോ ഞാൻ കാണിക്കണ്ട്, അടുത്ത വീഡിയോയിൽ കാണിക്കണ്ട് കേട്ടോ. ഇതിപ്പോൾ തീ പിടിപ്പിച്ചിട്ടൊന്ന് വീശി കൊടുത്താൽ തീ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പാളി പോയിക്കോളും. പിന്നെ കനയില്ലാത്ത ചുള്ളലൊക്കെ അങ്ങനെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ തീ പിടിപ്പിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ. ചുള്ളലില്ലെങ്കിൽ കനയില്ലാത്ത വറകുകളൊക്കെ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ ലാസ്റ്റ് കനയുള്ളത് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ തീ കത്തി കിട്ടും. കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നേരെ ഫ്രണ്ട് ഭാഗം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഫ്രണ്ട് ഭാഗം വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരുന്ന ടൈമിൽ ഫ്രണ്ട് ആകെ കച്ചറായിട്ട് കിടക്കണമെങ്കിലുണ്ടല്ലോ, കയറി വരുന്നവർക്കും ഒരു ചടപ്പായിരിക്കും. നമ്മൾ വീട്ടിലുള്ളവർക്കും ആരോ മുന്നിൽ വെച്ചിട്ട് വൃത്തിയാക്കൽ നടക്കില്ല. നമുക്കൊരു ചമ്മലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു ചമ്മലിൻ്റെ ആവശ്യമില്ല. നേരത്തെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വൃത്തിയാക്കിയാൽ ആ ഒരു ചമ്മലും ഒഴിവാക്കുക, വരുന്നവരുടെ ഉള്ളിലുള്ള മുഷിപ്പും ഒഴിവാക്കി കിട്ടും കേട്ടോ. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കാൻ നോക്കുക. എന്നാൽ നമുക്ക് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു ഉന്മേഷം ഉണ്ടാവും കേട്ടോ. ഇതുപോലെ കുറേ ചെരുപ്പുകൾ ഇങ്ങനെ വാരി വലിച്ചിടാണ്ട് ഒരു സൈഡിൽ നല്ല അടക്കി പെറുക്കി വെക്കുക. ആവശ്യമുള്ള ചെരുപ്പുകൾ മാത്രം ഫ്രണ്ടിൻ്റെ ഒരു സൈഡിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. 1-2 ചെരുപ്പുകൾ മാത്രം മതിയാവും നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങി പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. അത് മാത്രം ഫ്രണ്ടിൽ ഇട്ട് കൊടുത്താൽ ബാക്കിയുള്ള ചെരുപ്പുകളൊക്കെ ഇതുപോലെ റാക്കിലോ അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് വീടിൻ്റെ മരം വൃത്തിയായിട്ട് തോന്നിക്കും കേട്ടോ. ഇപ്പോൾ തുടച്ചിട്ടില്ലെങ്കിലും ഇതുപോലെ വൃത്തിയായി കിടക്കുകയാണെങ്കിലുണ്ടല്ലോ നമുക്കൊരു പെട്ടെന്ന് തന്നെ ആരെങ്കിലും കയറി വന്നാലും നമുക്ക് മോശത്തരം തോന്നില്ല. ഇതിപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ചെരുപ്പുകളുണ്ടാവും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങും, പെട്ടെന്ന് തന്നെ കയറി വരും, സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ ചെരുപ്പ് ഊരിയിടും. ഞാൻ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. വലിയവരും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ ചെറിയോലെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വലിയോല് നേരായാലല്ലാതെയും ചെറിയോല് ശരിയാവുള്ളൂ. അപ്പോൾ എങ്ങനെയായാലും നമ്മൾക്ക് നമ്മളെ പണികൾ ചെയ്തുകൊണ്ടിരിക്കല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ.
എനിക്ക് ഇഷ്ടമില്ല കേട്ടോ ഇങ്ങനെ ഫ്രണ്ട് ഭാഗം അങ്ങനെ കച്ചറ കെട്ടി കിടക്കണതും അങ്ങനെ ഓരോ ആകാത്ത സാധനങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെക്കണതൊന്നും എനിക്ക് ഇഷ്ടമില്ല. എന്നാലും എനിക്കൊണ്ട് പറ്റുന്ന രൂപത്തിലേക്ക് ഞാൻ വൃത്തിയാക്കും. പിന്നെ എല്ലാവരും കൂടെ ഉള്ള വീട്ടിലാകുമ്പോൾ നമ്മളെ ഇഷ്ടങ്ങൾ അങ്ങനെ പെട്ടെന്ന് തന്നെ നടന്നു എന്നൊന്നും വരില്ല. അപ്പോൾ കുറേയൊക്കെ നമ്മൾ പറ്റുന്ന രൂപത്തിലേക്ക് വൃത്തിയാക്കി എടുക്കാൻ നോക്കുക. എന്നാൽ വീട്ടിലേക്ക് കയറി വരുന്നവർക്ക് ഒരു മുഷിപ്പ് ഉണ്ടാവില്ല കേട്ടോ. കയറി വരുന്നവർക്കും വീട്ടിലുള്ള നമ്മൾക്കൊരു റാഹത്തുണ്ടാവും. കാരണം വീടിൻ്റെ ഫ്രണ്ട് ഭാഗം തന്നെ കച്ചറ കെട്ടി കിടക്കുകയാണെങ്കിലുണ്ടല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് പറയുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരും അവസ്ഥ എങ്ങനെയാണ് എനിക്കറിയില്ല. വേറൊരാളെ വീടിനും മുന്നിൽ തന്നെ അങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒരു മനസ്സിലേക്ക് എന്തോ പോലെ തോന്നിക്കാറുണ്ട്. അപ്പം ഞാൻ എത്ര വയ്യെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിലേക്ക് ഫ്രണ്ട് ഭാഗം ഒന്ന് ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. അങ്ങനെ എന്താ ഒരു വിധത്തിലൊക്കെ ഫ്രണ്ട് ഭാഗം ക്ലിയർ ആക്കി എടുത്തതിന് ശേഷം മുറ്റം ഫ്രണ്ട് ഭാഗം ഒന്ന് അടിച്ചു വാരി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ഉള്ളിട്ട് ഞാനിന്ന് വീഡിയോ എടുത്തിട്ടുള്ളത്. ഇപ്പോഴേ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലെങ്ത് ആയിട്ട് നിങ്ങൾക്ക് ബോറടിച്ചിട്ടില്ല എന്ന വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണേ.